സിനിമാ നടൻ വിനായകൻ മാന്ത്രികം എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ കൂടി ഒരു ഫയർ ഡാൻസിൽ കൂടി കയറി വന്ന ഒരു കലാകാരനാണ്. അത്യാവശ്യം ഡാൻസിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു കോളനിയിൽ വളർന്ന്, കൊച്ചിയിലെ ഒരു കോളനിയിൽ വളർന്ന്, കളറല്ല വലുത് അഭിനയമാണ് എന്ന് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിച്ച, അല്ലെങ്കിൽ വിജയ ശതമാനം കാണിച്ചു തന്ന ഒരു മനുഷ്യൻ കൂടിയാണ് നടൻ വിനായകൻ. കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കമ്പനിയുടെ ഒരു ചിത്രത്തിൽ കൂടി അദ്ദേഹം വേറിട്ട ഒരു അനുഭവത്തിൽ കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് പറയാനാണെങ്കിൽ വിനായകന് 4 സൈഡിലും വാരിയെടുത്തിട്ട് അലക്കുകയാണ്. അദ്ദേഹം ഒരു റിയൽ ഹീറോ ആണ്. കാരണം മമ്മൂട്ടിയുടെ കൂട്ടൊരു പശ്ചാത്തലമൊന്നുമില്ലാതെ ഒരു കോളനിയുടെ, അതായത് ഒരു കൊച്ചു വീട്ടിൽ നിന്നും ചേരിയിൽ നിന്നും വളർന്ന വിനായകൻ കണ്ടതും പഠിച്ചതും അല്ലെങ്കിൽ അനുഭവിച്ചതുമൊക്കെ ഒരുപാട് യാതനകൾ നമ്മോട് ഇൻ്റർവ്യൂവിൽ കൂടി പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അങ്ങനെ ആവാനേ പറ്റുള്ളൂ, പറഞ്ഞു മനസ്സിലായി. അദ്ദേഹം അങ്ങനെയാണ് ശീലിച്ച് വന്നത്. അതിപ്പോൾ നമ്മൾ എ സിയിൽ ഇരുന്നിട്ട് അവൻ മോശമാണ്, നടൻ വിനായകൻ മോശമാണ്, അവൻ അങ്ങനെയാണ്, വിവരം കെട്ടവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവിനെ വിലയിരുത്തുക. അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറ്റിവെക്കാൻ പറ്റില്ല. അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഒരുപാട് കേസുണ്ട്. കാര്യം അതാണ്, കറക്റ്റാണ്. കാര്യം പുള്ളി അനീതി കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി സംസാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വിനായകനെ എല്ലാവരും ശത്രുവായി കാണുന്നത്. എങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ വിനായകൻ്റെ റിയൽ ആ ഒരു ആക്ടിങ് പെർഫെക്റ്റാണ്. കാര്യം റിയൽ പെർഫെക്റ്റാണ് വിനായകൻ്റെ അഭിനയം എന്ന് പറയുന്നത്. അത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചവന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പുത്തൻ കുറേ പിള്ളേർക്കോ ഒന്നും അത് പറ്റില്ല. കാരണം എന്താ അറിയാമോ, ജീവിതം കൊണ്ട് സിനിമയെ കണ്ടും അനുഭവിച്ചും എക്സ്പീരിയൻസ് ചെയ്തും വളർന്നു വന്ന ഒരുത്തനാണ് നടൻ വിനായകൻ എന്നുള്ളത്. അതിനെ മാർക്കിടാൻ വേണ്ടിയിട്ട് ആരും മുതിരണ്ട, നടക്കില്ല.